ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ഷവർമെന്നോ എഗ്ഗ് റോളെന്നോ എന്ത് വേണോ നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ കയ്യിൽ കിട്ടിയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു റോളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട പുഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ സവാള, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നല്ലപോലെ നീളത്തിന് ആണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കട്ടി കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കുരുമുളകുമാണ് ഇടുന്നത്. കുരുമുളകിൻ്റെ അളവും ഉപ്പും കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പച്ച മാറി കിട്ടിയാൽ മതി. അങ്ങനെ നല്ലപോലെ നമുക്ക് ജസ്റ്റ് അടച്ചൊന്നും വെക്കാതെ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ വെജിറ്റബിൾസിൻ്റെ എടുക്കേണ്ടത്. അതിനുശേഷം 4 മുട്ട ഞാൻ വേവിക്കാൻ വെച്ചിരുന്നില്ലെങ്കിൽ അതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുത്ത ശേഷം അതിൻ്റെ മഞ്ഞേനെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളേനെ ഞാൻ ചോപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈസിയാണ് അത് പൊടിച്ച് വരാൻ. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ ഇടാം. മയോണൈസ് എടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് 2 ടേബിൾ സ്പൂൺ ചീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പും ആഡ് ചെയ്യാം, ചില്ലി സോസോ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫില്ലിങ്സ്. ഇനി നമുക്ക് ഇതിന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് റൊമാലി റൊട്ടിയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ എന്താണ് ഉള്ളത് അതിൽ ഇത് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ആ റൊമാലി റൊട്ടിയിൽ കൊള്ളാവുന്ന മാക്സിമം അതിനകത്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ബാലൻസ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ബ്രെഡ് എടുത്തിട്ട് അതിൽ സാൻഡ്വിച്ച് ആയിട്ട് അതിനെ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അതായത് ഇത് നല്ലൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാനും ഈ സെയിം ഫില്ലിംഗ് തന്നെ മതിയാവും. അപ്പം ഞാൻ എന്നിട്ട് ഇതിനെ റോൾ ചെയ്തതിനെ ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റോൾസ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഈ ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ എന്തിൻ്റെ കൂടെയും കഴിക്കാം. ബ്രെഡ് ചുമ്മാ എടുത്ത് കഴിക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ ഇത് ചപ്പാത്തിയോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ചുമ്മാ കറിയായിട്ട് ഉപയോഗിച്ചും കഴിക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഫില്ലിങ്സ് ആണ് ഈ സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഇഷ്ടപ്പെടും. ഇതിൽ മയോണൈസും ചീസും ഇല്ലെങ്കിൽ കൂടിയും മുട്ട മാത്രം മതി, നല്ലൊരു ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് കിട്ടും. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.